ആദ്യത്തെ അനുഭവം. ഏകദേശം 5 വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത്. എൻ്റെ സുഹൃത്ത് അജയ് രാത്രി വൈകി ഒരു കല്യാണം കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. സമയം ഏകദേശം 1:30 കഴിഞ്ഞിട്ടുണ്ടാകും. വഴിയിൽ പെട്ടെന്ന് പെയ്ത മഴ കാരണം അവൻ റോഡരികിലെ ഒരു വലിയ സെമിത്തേരിയുടെ മതിലിനോട് ചേർന്ന് വണ്ടി നിർത്തി. മഴ കനത്തപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവൻ മതിലിൻ്റെ ഒരു വശത്തുള്ള ചെറിയ ഷെഡിലേക്ക് കയറി നിന്നു. ചുറ്റും കല്ലറകളാണ്. പെട്ടെന്ന് സെമിത്തേരിയുടെ ഉള്ളിൽ നിന്ന് ഒരു ടോർച്ച് വെളിച്ചം വരുന്നത് അവൻ കണ്ടു. കല്ലറകൾക്കിടയിലൂടെ ആരോ നടന്നു വരുന്നു. ആരെ ഈ നേരത്ത്? അവൻ സ്വയം ചോദിച്ചു. അടുത്തേക്ക് വന്നപ്പോൾ അതാ പള്ളിയിലെ പഴയ വാച്ച്മാൻ ആണെന്ന് അവന് മനസ്സിലായി. തോളിൽ ഒരൊറ്റമുണ്ടും തലയിൽ ഒരു തോർത്തും കെട്ടിയ ഒരു വൃദ്ധൻ. അയാൾ അജയുടെ അടുത്ത് വന്ന് ഒരു വാക്കും മിണ്ടാതെ നിന്നു. അജയ് ചോദിച്ചു, എന്താ പൂപ്പ, നല്ല മഴയാണല്ലേ? അയാളൊന്ന് മൂളുക മാത്രം ചെയ്തു. എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന പഴയ ഒരു ബീഡി കത്തിച്ചു. ആ ബീഡിയുടെ മണം സാധാരണ ബീഡിയുടേതായിരുന്നില്ല, മറിച്ച് എന്തോ കരിഞ്ഞ മണമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ കുറഞ്ഞു. അജയ് പോകാനായി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. യാത്ര പറയുമ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, ആ വൃദ്ധൻ നിൽക്കുന്ന സ്ഥലത്ത് തറയിൽ നനവില്ല. മഴ പെയ്തിട്ടും അയാളുടെ വസ്ത്രമൊട്ടും നനഞ്ഞിട്ടില്ല. പേടി തോന്നിയെങ്കിലും അജയ് വേഗം വണ്ടി വിട്ടു. പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലെ ചായക്കടയിൽ ഇരിക്കുമ്പോൾ അവൻ ഈ കാര്യം പറഞ്ഞു. അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞത് കേട്ട് അജയ് സ്തംഭിച്ചുപോയി. മോനെ, ആ വാച്ച്മാൻ മരിച്ചിട്ട് 3 വർഷമായി. മരിക്കുന്നതിന് മുൻപ് അയാൾ ആ ഷെഡിനടുത്തുള്ള ഒരു കല്ലറയുടെ അടുത്താണ് ഇരിക്കാറുള്ളത്. വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ അജയ് തൻ്റെ ഷർട്ടിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ആ വൃദ്ധൻ്റെ കൈ തട്ടിയ ഭാഗത്ത് വല്ലാത്തൊരു കരിഞ്ഞ മണവും നീല നിറത്തിലുള്ള ഒരു പാടുമുണ്ടായിരുന്നു. ഇന്നും അജയ് ആ വഴി തനിച്ച് പോകാറില്ല. ഇത് വെറുമൊരു കഥയല്ല, അവൻ ഇന്നും ഭയത്തോടെ ഓർക്കുന്ന ഒരു രാത്രിയാണ്. തള്ളു കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതുപോലെ വല്ല അനുഭവം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്താൻ മറക്കല്ലേ. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ID കൊടുക്കാം, അതിലേക്ക് അയച്ചാലും മതി കേട്ടോ. അടുത്ത യഥാർത്ഥ അനുഭവത്തിലോട്ട് കടക്കാം. അന്ന് ജൂൺ മാസത്തിലെ ഒരു പേമാരിയുള്ള രാത്രിയായിരുന്നു. അപ്പൂപ്പൻ്റെ 80ാം പിറന്നാൾ ആഘോഷിക്കാൻ കസിൻസ് എല്ലാം തറവാട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. പുറത്ത് നിർത്താതെ പെയ്യുന്ന മഴയും കാറ്റും. കറണ്ട് പോയതുകൊണ്ട് നടുമുറ്റത്ത് മെഴുകുതിരി വെളിച്ചത്തിൽ ഞങ്ങൾ വട്ടമിരുന്ന് കഥകൾ പറയുകയായിരുന്നു. എല്ലാ കൂട്ടത്തിലും കാണും വള്ളി പിടിക്കുന്ന ഒരുത്തൻ. നമ്മുടെ കൂട്ടത്തിൽ അത് അപ്പു ആയിരുന്നു. പെട്ടെന്നാണ് അവൻ ആ പഴയ കല്ലറയെക്കുറിച്ച് മിണ്ടിയത്. തറവാടിൻ്റെ തെക്കേ മൂലയിൽ കാട് പിടിച്ചു കിടക്കുന്ന ആ പഴയ സെമിത്തേരിയെക്കുറിച്ച് അപ്പൂപ്പൻ എപ്പോഴും പറയുമായിരുന്നു. രാത്രി 12 മണിക്ക് ശേഷം അങ്ങോട്ട് പോകരുതെന്ന്. നീ വലിയ ധൈര്യശാലിയാണെങ്കിൽ ഈ രാത്രി ആ കല്ലറയുടെ മുകളിൽ ഒരു കരിങ്കല്ല് എടുത്തു വെച്ചിട്ട് വരാൻ പറ്റൂ? അപ്പു എന്നെ നോക്കി കളിയാക്കി ചിരിച്ചു. ബാക്കിയുള്ള കസിൻസും അത് ഏറ്റുപിടിച്ചു. പറ്റില്ലെങ്കിൽ വേണ്ട, പേടിയാണെന്ന് പറഞ്ഞാൽ മതി. കുഞ്ചുവിൻ്റെ ആ വാക്ക് എന്നെ വല്ലാതെ ചൊടിപ്പിച്ചു. വെറുമൊരു പന്തയമായിരുന്നില്ല അത്. എൻ്റെ അന്തസ്സിൻ്റെ പ്രശ്നമായി ഞാൻ അതിനെ കണ്ടു. നിബന്ധനകൾ ഇതായിരുന്നു: തനിച്ചു പോകണം, കല്ലറയുടെ മുകളിൽ ഒരു കല്ല് വെക്കണം, അത് ചെയ്തതിന് തെളിവായി ഒരു ഫോട്ടോ എടുക്കണം. മഴ കുറഞ്ഞ ഒരു സമയത്ത് ഞാൻ ടോർച്ചും ഫോണുമായി ഇറങ്ങി. തറവാടിൻ്റെ പിൻവശത്തെ ആ പഴയ മരം നിറഞ്ഞ വഴിയിലൂടെ നടക്കുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു. കാറ്റിൽ ഇലകൾ അനങ്ങുന്ന ശബ്ദം പോലും ആരോ പുറകിൽ വരുന്നത് പോലെ തോന്നിപ്പിച്ചു. സെമിത്തേരിയുടെ തുരുമ്പിച്ച ഇരുമ്പ് ഗേറ്റ് തുറന്നപ്പോൾ ഉണ്ടായ ആ നീണ്ട ശബ്ദം ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. ഉള്ളിൽ കയറിയപ്പോൾ അന്തരീക്ഷം പെട്ടെന്ന് തണുത്തു. കല്ലറകൾക്ക് ചുറ്റും ഒരു തരം വെളുത്ത പുക മൂടി കിടക്കുന്നു. ഞാൻ പതുക്കെ എൻ്റെ കുടുംബക്കല്ലറയ്ക്ക് അരികിലെത്തി. താഴെ കിടന്ന ഒരു കരിങ്കല്ലെടുത്ത് കല്ലറയുടെ മുകളിൽ വെച്ചു. ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഫോണിൻ്റെ ഡിസ്പ്ലേ പെട്ടെന്ന് മങ്ങാൻ തുടങ്ങി. ഫ്ലാഷ് അടിച്ച നിമിഷം കല്ലറയുടെ അപ്പുറത്ത് ഒരു നിഴൽ അനങ്ങുന്നത് ഞാൻ കണ്ടു. ടോർച്ച് അങ്ങോട്ട് തെളിച്ചപ്പോൾ കണ്ടത് വിശ്വസിക്കാനായില്ല. കല്ലറയുടെ ചുവരിൽ ഒരാൾ ചാരി നിൽക്കുന്നു. വെളുത്ത മുണ്ടും ഷർട്ടും ധരിച്ച ഒരു യുവാവ്. എടാ, നീ വന്നോ? ആ ശബ്ദം എൻ്റെ കാതുകളിൽ വന്നലച്ചു. അത് 5 വർഷം മുമ്പ് ആക്സിഡൻറ്റിൽ മരിച്ച എൻ്റെ മൂത്ത കസിൻ ചേട്ടൻ്റെ ശബ്ദമായിരുന്നു. ഭീതിയുടെ നിമിഷങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഞാൻ തിരിഞ്ഞോടാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കാലുകൾ മണ്ണിലുറച്ചു പോയതുപോലെ തോന്നി. ആ രൂപം മെല്ലെ എൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നു. അയാളുടെ മുഖം കാണാൻ കഴിയുന്നില്ല, പക്ഷേ ആ കണ്ണുകൾ കത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു തണുത്ത കൈ എൻ്റെ തോളിൽ അമർന്നു. ഈ കല്ലിവിടെ വേണ്ട. ആ ശബ്ദം ഗൗരവമുള്ളതായിരുന്നു. എൻ്റെ ബോധം മറയുന്നത് പോലെ തോന്നി. പിറ്റേന്ന് രാവിലെ ഞാൻ ഉണർന്നത് തറവാടിൻ്റെ വരാന്തയിലാണ്. കസിൻസ് എല്ലാവരും പേടിയോടെ എന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന് ആർക്കും അറിയില്ല. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ എൻ്റെ ഫോണിലെ ഗാലറി തുറന്നു. രാത്രി എടുത്ത ആ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫോട്ടോയിൽ കല്ലറയുടെ മുകളിൽ ഞാൻ വെച്ച കല്ല് ഉണ്ടായിരുന്നില്ല. പകരം കല്ലറയുടെ മുകളിൽ ഒരു ജോഡി ചെളിപ്പുരണ്ട പാദമുദ്രകൾ വ്യക്തമായി കാണാമായിരുന്നു. കൂടാതെ എൻ്റെ തോളിൽ 5 വിരലുകളുടെ നീലിച്ച പാടുകളും ഉണ്ടായിരുന്നു. അന്നു മുതൽ ആരും ആ കല്ലറയുടെ പേര് പോലും ഉണ്ടാറില്ല. പന്തയം ജയിച്ചോ തോറ്റോ എന്ന് ഇന്നും എനിക്കറിയില്ല.
പക്ഷേ ആ രാത്രി എൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇത് എൻ്റെ ഒരു പരിചയക്കാരനായ തോമസ് ചേട്ടനുണ്ടായ അനുഭവമാണ്. വയനാട്ടിലെ തണുപ്പുള്ള ഒരു നവംബർ രാത്രി തോമസ് ചേട്ടൻ ജോലി കഴിഞ്ഞ് ജീപ്പിൽ മടങ്ങുകയായിരുന്നു. ലക്കിടിയോട് ചേർന്നുള്ള ഒരു പഴയ പള്ളിയുടെ സെമിത്തേരിക്കടുത്തുകൂടിയാണ് ആ വഴി പോകുന്നത്. മഞ്ഞ് കാരണം റോഡ് പോലും വ്യക്തമല്ലായിരുന്നു. പെട്ടെന്ന് ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ സെമിത്തേരിയുടെ മതിലിന് മുകളിൽ ഒരാൾ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. ഈ അസമയത്ത് ആരെങ്കിലും അവിടെ ഇരിക്കുമോ എന്ന് സംശയിച്ച് അദ്ദേഹം വണ്ടി പതുക്കെ നിർത്തി. അടുത്തേക്ക് നോക്കിയപ്പോൾ അതൊരു ചെറുപ്പക്കാരനായിരുന്നു. ഒരു നീല ഷർട്ടും മുണ്ടുമാണ് വേഷം. അയാൾ തല കുനിച്ചിരുന്ന് എന്തോ തിരയുന്നത് പോലെ തോന്നി. എന്താടോ ഈ നേരത്ത് ഇവിടെ? തോമസ് ചേട്ടൻ ജനലിലൂടെ തല പുറത്തേക്കിട്ട് ചോദിച്ചു. അയാൾ മറുപടി പറഞ്ഞില്ല. പകരം പതുക്കെ എഴുന്നേറ്റ് സെമിത്തേരിയുടെ ഉള്ളിലേക്ക് നടന്നു. തോമസ് ചേട്ടൻ വിചാരിച്ചത് ആരെങ്കിലും കല്ലറയിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കാൻ വന്നതായിരിക്കുമെന്നാണ്. അദ്ദേഹം ജീപ്പിൽ നിന്ന് ഇറങ്ങി ടോർച്ചടിച്ചു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ആ രൂപം മഞ്ഞിനിടയിൽ അപ്രത്യക്ഷമായി. അടുത്ത ദിവസം രാവിലെ പള്ളിയിലെ വികാരി അച്ഛനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ ഒരു പഴയ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അത് 6 മാസം മുൻപ് ഒരു ബൈക്ക് അപകടത്തിൽ മരിച്ച ആ പള്ളിയിലെ തന്നെ ഒരു യുവാവിൻ്റേതായിരുന്നു. തോമസ് ചേട്ടൻ ഞെട്ടിപ്പോയി. അതേ നീല ഷർട്ട്, അതേ രൂപം. വികാരിയച്ഛൻ പറഞ്ഞു, തോമസേ, അവൻ മരിച്ച അന്ന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് കാണാതായിരുന്നു. അത് കല്ലറയ്ക്കുള്ളിൽ എവിടെയോ പോയിട്ടുണ്ടാകുമെന്ന് അവൻ്റെ വീട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നു. അവനത് തിരഞ്ഞു വരുന്നത് ഇതാദ്യമായിട്ടല്ല. ഇന്നും ആ വഴി പോകുന്ന ഡ്രൈവർമാർ പറയാറുണ്ട്, മഞ്ഞുള്ള രാത്രികളിൽ ആ സെമിത്തേരിയുടെ മതിലിൽ ആരോ ഒരാൾ ഇരിക്കുന്നത് കാണാറുണ്ടെന്ന്. ഇത് കേവലം ഒരു കഥയല്ല, ആ നാട്ടിലെ പലരും നേരിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു സത്യമാണ്. അന്ന് സന്ധ്യ മയങ്ങിയ നേരമായിരുന്നു. മഴക്കാറുള്ളതിനാൽ സാധാരണയേക്കാൾ നേരത്തെ ഇരുട്ട് പടർന്നിരുന്നു. ഞാൻ ടൗണിൽ നിന്നും ലാസ്റ്റ് ബസ്സിനാണ് വന്നത്. സ്റ്റോപ്പിലിറങ്ങി വീട്ടിലേക്ക് നടക്കണമെങ്കിൽ പഴയ ലൂത്തറൻ സെമിത്തേരിയുടെ വശത്തുകൂടിയുള്ള ഇടവഴിയിലൂടെ പോകണം. കയ്യിലുള്ള കുട നിർത്തി ഞാൻ വേഗത്തിൽ നടന്നു. സെമിത്തേരിയുടെ മതിലിനോട് ചേർന്നപ്പോൾ പിന്നിൽ ആരോ നടക്കുന്നുണ്ടെന്നൊരു തോന്നൽ. ഞാൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല. പക്ഷേ വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ ആ ശബ്ദം വ്യക്തമായി കേട്ടു. ചെളിയിൽ പാദങ്ങൾ അമരുന്ന ശബ്ദം. പെട്ടെന്ന് എൻ്റെ കുടയ്ക്ക് താഴെയായി ഒരാൾ കൂടി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. വെറുതെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നെ മരവിപ്പിച്ചു കളഞ്ഞു. എൻ്റെ തോളോട് ചേർന്ന് ഒരു പെൺകുട്ടി നടക്കുന്നു. അവൾ നനഞ്ഞു കുതിർന്നിരുന്നു. മുടി മുഖത്തേക്ക് വീണ് കിടക്കുന്നു. ചേച്ചി, എനിക്കും കൂടി ഒരിടം തരുമോ? ഭയങ്കര തണുപ്പാണ്. ആ പെൺകുട്ടി വളരെ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. പേടിച്ചു വരച്ച ഞാൻ ഒന്നും മിണ്ടാതെ വേഗത്തിൽ നടന്നു. ആ പെൺകുട്ടിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. സെമിത്തേരിയുടെ മെയിൻ ഗേറ്റ് എത്തിയപ്പോൾ ആ പെൺകുട്ടി പെട്ടെന്ന് നിന്നു. എന്നിട്ട് ഗേറ്റിനുള്ളിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, എൻ്റെ വീട് ഇതാണ് ചേച്ചി, താങ്ക് യു. ഞാൻ പേടിച്ച് പിന്നോട്ട് നോക്കാതെ ഓടി വീട്ടിലെത്തി. പിറ്റേന്ന് പനി പിടിച്ച് കിടന്ന ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ എന്നെയും കൂട്ടി സെമിത്തേരിയുടെ അടുത്തേക്ക് പോയി. അവിടെ ഗേറ്റിന് തൊട്ടടുത്ത് ഒരു പുതിയ കല്ലറയുണ്ടായിരുന്നു. തലേ ദിവസം വൈകുന്നേരം സംസ്കാരം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടേതായിരുന്നു അത്. ഏറ്റവും ഭീകരമായ കാര്യം അതല്ല. ഞാൻ തലേന്ന് ഉപയോഗിച്ച കുടയുടെ ഒരു വശത്ത് മാത്രം കറുത്ത ചെളിയും കല്ലറയിൽ വിതറുന്ന പൂക്കളുടെ അവശിഷ്ടങ്ങളും പറ്റിപ്പിടിച്ചിരുന്നു. ആ പെൺകുട്ടി ശരിക്കും എൻ്റെ കുടക്കീഴിൽ ഉണ്ടായിരുന്നു എന്നതിന് അതൊരു തെളിവായിരുന്നു. ഇതൊരു സാങ്കല്പിക കഥയാണ് കേട്ടോ.